എല്ലാ കൂട്ടുകാർക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ NSQF വൊക്കേഷണൽ വിഷയങ്ങളുടെ ഉപരിപഠന സാധ്യതയും തൊഴിൽ സാധ്യതയും കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സംബന്ധിച്ച ചില ആശങ്കകൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ വൊക്കേഷണൽ സബ്ജക്റ്റുകൾ ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഹയർ സെക്കൻഡറി സബ്ജക്റ്റുകൾ തന്നെയാണ്. ഇതിന് ഒരേ സിലബസ് തന്നെയാണ്, ഒരേ പരീക്ഷ തന്നെയാണ് എന്നുള്ള കാര്യം രക്ഷിതാക്കൾ മറന്നുപോകരുത്. VHSE പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ ഒരു നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായിട്ടുള്ള സ്കിൽ സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുന്നു. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായി 46ഓളം വൊക്കേഷണൽ കോഴ്സുകളാണ് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ, വൊക്കേഷണൽ സ്കൂളുകളിൽ ലഭ്യമാക്കിയിട്ടുള്ളത്. ഈ കോഴ്സുകളെ ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D എന്നീ വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് എയിൽ മാത്സ് ഉൾപ്പെട്ട സയൻസ് വിഷയവും, ഗ്രൂപ്പ് ബിയിൽ ബയോളജി ഉൾപ്പെട്ട സയൻസ് വിഷയവും, ഗ്രൂപ്പ് C ഹിസ്റ്ററി, ഗ്രൂപ്പ് D കൊമേഴ്സ് വിഷയവുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ NSQF കോഴ്സുകളെ പരിചയപ്പെടുത്തുന്ന ഗ്രൂപ്പ് B കോഴ്സുകളുടെ വീഡിയോ ആണിത്. ഗ്രൂപ്പ് എയുടെയും ഗ്രൂപ്പ് C ആൻഡ് D കോഴ്സുകളുടെയും വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് B NSQF കോഴ്സുകളെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഗ്രൂപ്പ് B കോഴ്സുകളിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ്, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, പിന്നെ കുട്ടി സെലക്ട് ചെയ്യുന്ന വൊക്കേഷണൽ സബ്ജക്റ്റും പഠിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഗ്രൂപ്പ് B കോഴ്സ് സെലക്ട് ചെയ്യുകയും എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് മാത്സ് അഡീഷണൽ വിഷയമായി പഠിക്കേണ്ട സൗകര്യമുണ്ട്. അത് അതാത് സ്കൂളിൽ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതേണ്ടതാണ്. അടുത്തതായി ഗ്രൂപ്പ് B കോഴ്സുകളുടെ ഉപരിപഠന സാധ്യതകൾ ഏതൊക്കെയെന്ന് നോക്കാം. BVOC, BSc, BA, BCom, ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ, DPharm ആൻഡ് പാരാമെഡിക്കൽ കോഴ്സ്, LLB, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഡിപ്ലോമ ഇൻ നഴ്സിംഗ്, BPharm, BSc നഴ്സിംഗ്, BSc MLT. കൂടാതെ എൻട്രൻസ് പരീക്ഷയിലൂടെ MBBS, BHMS, BAMS, BDS, BSc അഗ്രികൾച്ചർ, ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി, ബാച്ചലർ ഓഫ് വെറ്റിനറി സയൻസ്. അടുത്തതായി ഗ്രൂപ്പ് ബിയിലെ സയൻസ് കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമതായി അസിസ്റ്റന്റ് ഫാഷൻ ഡിസൈനർ, കോഴ്സ് കോഡ് 18. കോഴ്സിൻ്റെ ചുരുക്കപ്പേര് AFD എന്നാണ്. തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, ഹോം ഫർണിഷിംഗ്, മറ്റ് അനുബന്ധ വസ്തുക്കൾ മുതലായവയുടെ ഡിസൈനിങ്, നിർമ്മാണം, വിപണനം എന്നിവയെക്കുറിച്ചാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. ഈ കോഴ്സ് കഴിഞ്ഞാലുള്ള ഉപരിപഠന സാധ്യത എന്ന് പറയുന്നത് വിവിധ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ടെക്സ്റ്റൈൽ കമ്പനികളിലും ഉള്ള ഫാഷൻ ഡിസൈനർ, കോസ്റ്റ്യൂം ഡിസൈനർ, ടെക്സ്റ്റൈൽ ഡിസൈനർ, ഫാഷൻ ആക്സസറീസ് ഡിസൈനർ, കട്ടിംഗ് അസിസ്റ്റന്റ്, ഫാഷൻ കോർഡിനേറ്റർ എന്നിവയാണ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് വെജിറ്റബിൾ ഗ്രോവർ ആണ്. കോഡ് 19. VG എന്നാണ് ഈ കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. മികച്ച നിലവാരമുള്ള പച്ചക്കറികൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അത് വിപണനം ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. അഗ്രികൾച്ചർ സെക്ടറിലുള്ള കോഴ്സ് ആയതിനാൽ ഈ കോഴ്സ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞ കുട്ടികൾക്ക് കേരളത്തിലെ വിവിധ കാർഷിക സർവകലാശാലകളിൽ BSc അഗ്രികൾച്ചർ കോഴ്സുകൾക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം തൊഴിൽ സാധ്യത എന്ന് പറയുന്നത് അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എന്നുള്ള ഒരു ജോലി സാധ്യതയാണ്. വിവിധ കാർഷിക സ്ഥാപനങ്ങളിലെയും സർവകലാശാലകളിലും ഒരുപക്ഷെ കാർഷിക അസിസ്റ്റൻ്റായിട്ട്, അഗ്രികൾച്ചർ അസിസ്റ്റൻ്റായിട്ട് ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ബേബി കെയർ ഗിവർ, കോഡ് 20. BCG എന്നാണ് ഈ കോഴ്സിൻ്റെ കോഡ്. ഈ കോഴ്സിൽ കുട്ടികളെ എങ്ങനെ പരിചരിക്കാം, മാതാപിതാക്കളുടെയോ ഫാമിലി മെമ്പേഴ്സിൻ്റെയോ അഭാവത്തിൽ 6 മാസം മുതൽ 2 വർഷം വരെയുള്ള കുട്ടികളെ എങ്ങനെ പരിപാലിക്കാം, പരിചരണം നടത്താം എന്നിവയെക്കുറിച്ചാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. ഈ കോഴ്സിന് ശേഷം വിവിധ ചൈൽഡ് കെയർ സെൻറ്റേഴ്സിലെ ബേബി കെയർ ഗിവർ എന്ന ജോലി സാധ്യതയാണ് ഉള്ളത്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ബ്യൂട്ടി തെറാപ്പിസ്റ്റ്, കോഡ് 21. BT എന്നാണ് കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. ഇന്ത്യയിലെ വ്യവസായങ്ങളിൽ ഏറ്റവും വികസിക്കുന്ന ഒരു മേഖലയാണ് ബ്യൂട്ടീഷ്യൻ മേഖല എന്ന് പറയുന്നത്. ഈ കോഴ്സിൽ ബ്യൂട്ടി ആൻഡ് വെൽനസ്, സ്കിൻ കെയർ സർവീസ്, മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ, മേക്കപ്പ് സർവീസ്, ഫേഷ്യൽ ബ്യൂട്ടി എന്നിവയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഈ കോഴ്സിന് ശേഷം ബ്യൂട്ടി തെറാപ്പിസ്റ്റ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫോർ TV ആൻഡ് ഫിലിം ഫീൽഡ്, ഹെയർ സ്റ്റൈലിസ്റ്റ്, ബ്രൈഡൽ മേക്കപ്പ്,
മാനിക്യൂർ ആൻഡ് പെഡിക്യൂർ മേഖലകളിൽ തൊഴിൽ നേടാവുന്നതാണ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഡയറി പ്രോസസ്സിംഗ് എക്യുപ്മെന്റ് ഓപ്പറേറ്റർ ആണ്. കോഡ് 22 DPEO എന്നാണ് ഈ കോഴ്സിന്റെ ചുരുക്കപ്പേര്. വിവിധ പാൽ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ചും അതിലുപയോഗിക്കുന്ന ടെക്നോളജിയെക്കുറിച്ചുമാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. കൂടാതെ പാലിന്റെ പ്രോസസ്സിംഗുകളായ സ്റ്റെറിലൈസേഷൻ, പാസ്ചറൈസേഷൻ എന്നിവയെക്കുറിച്ചും ഈ കോഴ്സിൽ പഠിക്കുന്നു. കൂടാതെ ഒരു ഡയറി പ്ലാന്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അവിടെ ഉപയോഗിക്കുന്ന വിവിധ മെഷീനുകളുടെ ഉപയോഗക്രമം എന്തൊക്കെയാണെന്നും ഈ കോഴ്സിൽ പഠിക്കുന്നുണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള തൊഴിൽ സാധ്യത എന്ന് പറയുന്നത് വിവിധ ഡയറി പ്ലാന്റുകളിലെ അസിസ്റ്റന്റായിട്ടുള്ള ജോലി സാധ്യതയാണ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ സർവീസ് പ്രൊവൈഡർ. കോഡ് 23 ASP എന്നാണ് ഈ കോഴ്സിന്റെ ചുരുക്കപ്പേര്. കർഷകർക്ക് ആവശ്യമായ നൂതന സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിക്കുക, അത് കർഷകർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. കൂടാതെ അവർക്ക് എക്സ്പേർട്ടുകളുടെ നിർദ്ദേശങ്ങൾ കർഷകർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിലൂടെ അവരുടെ ഉൽപ്പാദനം കൂട്ടുവാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു കാര്യം കൂടി ഈ കോഴ്സിലുണ്ട്. ഇത് ഒരു അഗ്രികൾച്ചർ സെക്ടറിലുള്ള കോഴ്സ് ആയതിനാൽ വിവിധ കാർഷിക സർവകലാശാലകളിൽ BSc അഗ്രികൾച്ചറിന് സീറ്റ് സംഭരണമുണ്ട്. ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള ജോലി സാധ്യത എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സർവീസ് പ്രൊവൈഡർ എന്ന ജോലിയാണ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഡയറി ഫാമർ എൻ്റർപ്രനൂർ ആണ്. കോഡ് 24 DFE എന്നാണ് കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. ഈ കോഴ്സിൽ അനിമൽ ഹസ്ബൻഡറി, വിവിധ തരം ബ്രീഡ്സ് ഓഫ് കാറ്റിൽ ആൻഡ് ബഫല്ലോ, ലൈഫ് സ്റ്റോക്ക് അക്കോമഡേഷൻ, പാൽ ഉൽപ്പാദനം, വിപണനം എന്നിവയെക്കുറിച്ചാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞുള്ള ജോലി സാധ്യത എന്ന് പറയുന്നത് ഡയറി ഫാം മാനേജർ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്നിവയാണ്. കൂടാതെ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന കുട്ടികൾക്കും ഇതൊരു സാധ്യതയാണ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഡയറ്റ് അസിസ്റ്റൻ്റ് ആണ്. കോഡ് 25 DTA ആണ് കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. ഒരു രജിസ്റ്റേർഡ് ഡയറ്റീഷ്യനെ സഹായിക്കുക എന്നതിനെക്കുറിച്ചാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. പേഷ്യൻറ്റിന് ആവശ്യമുള്ള ന്യൂട്രീഷ്യസ് ഡയറ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക, പ്ലാൻ ചെയ്യുക, സെർവ് ചെയ്യുക എന്നതിനെക്കുറിച്ച് ഈ കോഴ്സിൽ പഠിക്കുന്നു. ഈ കോഴ്സിന് ശേഷം ഡയറ്റ് അസിസ്റ്റൻ്റ് എന്നുള്ള ജോലി സാധ്യതയാണ് ഉള്ളത്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഫിഷിംഗ് ആൻഡ് സീ ഫുഡ് പ്രോസസ്സിംഗ് ടെക്നീഷ്യനാണ്. കോഡ് 26 FSPT ആണ് ഈ കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. മത്സ്യം ഉൾപ്പെടെയുള്ള കടൽ വിഭവങ്ങളുടെ സംഭരണം, സംസ്കരണം, വിപണനം എന്നിവയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. കൂടാതെ ഗുണമേന്മ നിലനിർത്തി ഇവ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയെന്നും ഈ കോഴ്സിൽ പഠിക്കുന്നുണ്ട്. കൂടാതെ ഐസിംഗ്, ഫ്രീസിംഗ്, ചില്ലിംഗ്, ഡ്രൈയിങ് എന്നീ മത്സ്യ സംസ്കരണ രീതി എങ്ങനെയൊക്കെ ആകണം എന്നും ഈ കോഴ്സിൽ പഠിക്കുന്നുണ്ട്. ഈ കോഴ്സിന് ശേഷം ഫിഷ് പ്രോസസ്സിംഗ് ടെക്നോളജി എന്നുള്ള ഉപരിപഠന സാധ്യതയുമുണ്ട്. ഈ കോഴ്സിലെ തൊഴിൽ സാധ്യത എന്ന് പറയുന്നത് ഫിഷ് പ്രോസസ്സിംഗ് അസിസ്റ്റൻറ്റ്, ഫിഷ് പ്രോസസ്സിംഗ് ലാബ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, പ്രൊഡക്ഷൻ അസിസ്റ്റൻറ്റ് ഇൻ സീ ഫുഡ് പ്രോസസ്സിംഗ്, ക്വാളിറ്റി കൺട്രോൾ ഇൻ സീ ഫുഡ് പ്രോസസ്സിംഗ് എന്നിവയൊക്കെയാണ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഫിഷിംഗ് ബോട്ട് മെക്കാനിക്കാണ്. കോഡ് 27 FBM ആണ് കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. ഫിഷിംഗ്, ടൂറിസം, വാട്ടർ ട്രാൻസ്പോർട്ട് എന്നീ മേഖലകളിൽ തൊഴിലവസരം ഉണ്ടാക്കുന്ന ഒരു കോഴ്സാണിത്. ഫിഷിംഗ് ബോട്ട് എഞ്ചിൻ്റെ പ്രവർത്തനം, മെയിൻ്റനൻസ്, വ്യക്തി സുരക്ഷ, അഗ്നിശമന ഉപകരണങ്ങൾ, ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, ഫിഷിംഗ് ഉപകരണങ്ങൾ എന്നിവയുടെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിനെ കുറിച്ച് ഈ കോഴ്സിൽ പഠിക്കുന്നു. കൂടാതെ വാർത്താവിനിമയ ഉപകരണങ്ങളെക്കുറിച്ചും ഈ കോഴ്സിൽ പഠിക്കുന്നുണ്ട്. ഈ കോഴ്സിന് ശേഷം ഫിഷ് ബോട്ട് മെക്കാനിക്, മറൈൻ മെക്കാനിക്, ബോട്ട് മെക്കാനിക്, ഫിഷിംഗ് ആക്സസറീസ് മെക്കാനിക് എന്നീ മേഖലകളിൽ തൊഴിൽ സാധ്യതയുണ്ട്. അടുത്ത കോഴ്സ് കോഡ് എന്ന് പറയുന്നത് 28 ആണ്. കോഴ്സ് ഫിറ്റ്നസ് ട്രെയിനർ. FNT ആണ് കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. ഈ കോഴ്സിലൂടെ അല്ലെങ്കിൽ ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നത് എക്സസൈസിലൂടെ ഒരു ഇൻഡിവിജ്വലിനെ എങ്ങനെ ട്രെയിനിങ് നൽകുന്നതിനെക്കുറിച്ചാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. കൂടാതെ തന്നെ ഫിറ്റ്നസ് സെൻ്ററിൽ ഉപയോഗിക്കുന്ന വിവിധതരം മെഷീൻസ്, അതിൻ്റെ പ്രവർത്തനം, മെയിൻ്റനൻസ് എന്നിവയെക്കുറിച്ചും പഠിക്കുന്നു. ഈ കോഴ്സിന് ശേഷം ഫിറ്റ്നസ് ട്രെയിനർ, ജിം ഇൻസ്ട്രക്ടർ, ഓൺലൈൻ പേഴ്സണൽ ട്രെയിനർ, പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനർ എന്നീ മേഖലകളിൽ തൊഴിൽ സാധ്യതയുണ്ട്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഫ്ലോറികൾച്ചറിസ്റ്റ് ഓപ്പൺ കൾട്ടിവേഷനാണ്. കോഡ് 29 FOC ആണ് ഈ കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. അലങ്കാര സസ്യങ്ങളുടെയും പുഷ്പ വിളകളുടെയും പരിപാലനം, വിപണനം എന്നിവയെക്കുറിച്ചാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. കൂടാതെ നിലമൊരുക്കൽ, നഴ്സറി നിർമ്മാണം, നടീൽ, ജലസേചനം എന്നിവയെക്കുറിച്ചും ഈ കോഴ്സിൽ പഠിക്കുന്നു. ഇതൊരു അഗ്രികൾച്ചർ ബേസ്ഡ് കോഴ്സ് ആയതുകൊണ്ട് വിവിധ കാർഷിക സർവകലാശാലകളിൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ BSc കോഴ്സിലോട്ട്
സീറ്റ് സംവരണമുണ്ട്. കൂടാതെ ഈ കോഴ്സിന് ശേഷം ഫാർമർ ട്രെയിനർ, ഫാം സൂപ്പർവൈസർ, ഇൻറ്റീരിയർ ഡിസൈനർ, ഓൺലൈൻ പ്ലാന്റ് മാർക്കറ്റിംഗ്, സ്റ്റേ ഡെക്കറേഷൻ, ഫ്ലോറിസ്റ്റ്, പ്ലാന്റ് നഴ്സറി സൂപ്പർവൈസർ എന്നീ തൊഴിൽ സാധ്യതകളുണ്ട്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഫ്ലോറികൾച്ചറിസ്റ്റ് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ ആണ്. കോഡ് 30 FPC എന്നാണ് കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. ഗ്രീൻ ഹൗസ് പോലെയുള്ള പ്രൊട്ടക്റ്റഡ് സ്ട്രക്ചേഴ്സിനകത്തുള്ള പുഷ്പകൃഷി ആണ് ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നത്. കൂടാതെ ഗുണനിലവാരമുള്ള പുഷ്പങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അതിൻ്റെ വിളവെടുപ്പ്, വിപണനം ഇതിനുള്ള പരിശീലനം ഈ കോഴ്സിലൂടെ നൽകുന്നു. കൂടാതെ ഗ്രീൻ ഹൗസ് ഡിസൈനിങ് ചെയ്യുന്നതും പരിപാലിക്കുന്നതും എങ്ങനെയെന്ന കുറിച്ചും ഈ കോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്നു. ഈ കോഴ്സിന് ശേഷം ഡിസൈനർ ഓഫ് ഗ്രീൻ ഹൗസ് പ്രൊട്ടക്റ്റഡ് സ്ട്രക്ചേഴ്സ്, ഫാർമർ ട്രെയിനർ, ഫാം സൂപ്പർവൈസർ, ഫ്ലോറിസ്റ്റ്, പ്ലാന്റ് നഴ്സറി സൂപ്പർവൈസർ, ഇൻറ്റീരിയർ ഡിസൈനർ, കൂടാതെ തന്നെ വ്ളോഗിംഗ് താല്പര്യമുള്ളവർക്ക് ഈ മേഖല നല്ലൊരു മേഖലയാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ തൊഴിൽ സാധ്യതകൾ. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ. കോഡ് 31 FHW ആണ് ഈ കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. ജനങ്ങളോട് നേരിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കോഴ്സ് പഠിക്കുന്നത്. ICDS അംഗനവാടി വർക്കർ, NRHM ആശാ വർക്കർ, ആക്സിലറി നഴ്സ്, മിഡ് വൈഫ് എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കോഴ്സിലൂടെ പഠിക്കുക. ഈ കോഴ്സിന് ശേഷം മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ്, ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ, ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ ഇൻ കമ്മ്യൂണിറ്റി കെയർ സെൻറ്റേഴ്സ് ആണ് തൊഴിൽ മേഖലകൾ. ഗാർഡനർ എന്നാണ് അടുത്ത കോഴ്സ്. കോഡ് 32 GNR ആണ് ഈ കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. ഈ കോഴ്സിൽ പൂന്തോട്ട നിർമ്മാണം, പുൽത്തകിടി നിർമ്മാണം എന്നിവയ്ക്ക് ആവശ്യമായ സാങ്കേതിക പരിജ്ഞാനം നേടുക എന്നതാണ് പ്രധാന പഠന മേഖല. ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, പ്രൂണിംഗ് എന്നിവയും ഈ കോഴ്സിൻ്റെ പഠന മേഖലയാണ്. നഴ്സറി നിർമ്മാണത്തെക്കുറിച്ചും ഈ കോഴ്സിൽ പഠിക്കുന്നു. ഈ കോഴ്സിന് ശേഷം പൂന്തോട്ട നിർമ്മാണവും പുൽത്തകിടി നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്വയം തൊഴിൽ സംരംഭകരാകാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇതൊരു അഗ്രികൾച്ചർ ബേസ്ഡ് കോഴ്സ് ആയതുകൊണ്ട് ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ, വിവിധ കാർഷിക സർവകലാശാലകളിലെ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചർ കോഴ്സിലേക്ക് ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് സീറ്റ് സംവരണമുണ്ട്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റ് ആണ്. കോഡ് 33 GDA ആണ് കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. ഈ കോഴ്സിൽ ഡോക്ടേഴ്സിനും നഴ്സസിനും ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. കൂടാതെ രോഗികളുടെ പരിചരണം, അതിന് ആവശ്യമായ സാഹചര്യമൊരുക്കൽ ഇതാണ് പ്രധാന പഠന മേഖല. ഈ കോഴ്സിന് ശേഷം നഴ്സിംഗ് കെയർ അസിസ്റ്റൻറ്റ് എന്ന ജോലി സാധ്യതയാണ് ഉള്ളത്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യനാണ്. കോഡ് 34 MET ആണ് കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. ഈ കോഴ്സിൽ ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്, ബയോമെഡിക്കൽ എക്യുപ്മെൻറ്റുകളുടെ പ്രവർത്തനം, സർവീസിംഗ്, കൂടാതെ ബേസിക് ഇലക്ട്രിസിറ്റിയും ബേസിക് ഇലക്ട്രോണിക്സിനെ കുറിച്ചും ഈ കോഴ്സിൽ പഠിക്കുന്നു. ഈ കോഴ്സിന് ശേഷം സർവീസ് ആൻഡ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഇൻ ബയോമെട്രിക് കമ്പനീസ്, സർവീസ് ടെക്നീഷ്യൻ ഇൻ ബയോമെട്രിക് എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ, മെഡിക്കൽ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ, ബയോമെഡിക്കൽ ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ, ബയോമെട്രിക് എഞ്ചിനീയറിംഗ് ടെക്നീഷ്യൻ എന്നീ മേഖലകളിലാണ് ജോലി സാധ്യതകൾ. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യനാണ്. കോഡ് 35 MET ആണ് കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. കൃഷിയിടങ്ങളിൽ കണിക ജലസേചന രീതികളായ സ്പ്രിംഗ്, ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ, മൈക്രോ സ്പ്രിംഗ്ലർ എന്നീ ജലസേചന രീതികൾ എങ്ങനെ കൃഷിയിടങ്ങളിൽ നടപ്പിലാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. ഡ്രിപ്പേഴ്സ്, സ്പ്രിംഗ്ലേഴ്സ് എന്നിവ ഡിസൈൻ ചെയ്യുന്നതിനും സെറ്റ് ചെയ്യുന്നതിനും ഈ കോഴ്സിൽ പഠിക്കുന്നു. ഈ കോഴ്സിന് ശേഷമുള്ള തൊഴിൽ സാധ്യത എന്ന് പറയുന്നത് മൈക്രോ ഇറിഗേഷൻ ടെക്നീഷ്യൻ എന്നുള്ളതാണ്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഓർഗാനിക് ഗ്രോവറാണ്. കോഡ് 36 ORG ആണ് കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. രാസവളം ഒഴിവാക്കി ജൈവ കൃഷി രീതിയിലൂടെ ഉപഭോക്താവിന് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുക എന്നതാണ് ഈ കോഴ്സിലൂടെ പഠിക്കുക. കൂടാതെ തന്നെ ജൈവിക ഉൽപാദന കൃഷി രീതി, അതിൻ്റെ വിപണനം എന്നിവയെക്കുറിച്ചും പഠിക്കുന്നു. കൂടാതെ ഒരു കൃഷിയിടത്തിനെ എങ്ങനെ ജൈവ കൃഷിയിടമാക്കി മാറ്റിയെടുക്കാമെന്നതിനെക്കുറിച്ചും ഈ കോഴ്സിലൂടെ പഠിക്കുന്നുണ്ട്. ഇതൊരു അഗ്രികൾച്ചർ ബേസ്ഡ് കോഴ്സ് ആയതിനാൽ ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറിലുള്ള BSc കോഴ്സിലോട്ട് കാർഷിക സർവകലാശാലകളിൽ സംവരണമുണ്ട്. ഈ കോഴ്സിന് ശേഷം ഓർഗാനിക് ഫാർമർ, ഓർഗാനിക് ഫാം മാനേജർ, ഓർഗാനിക് മാനുവർ പ്രൊഡ്യൂസർ, ഓർഗാനിക് എക്സ്പോർട്ടർ, ഓർഗാനിക് നഴ്സറി മാനേജർ എന്നീ നിലകളിൽ ജോലി സാധ്യതയുണ്ട്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഓർണമെൻ്റൽ ഫിഷ് ടെക്നീഷ്യനാണ്. കോഡ് 37 ORFT ആണ് ഈ കോഴ്സിൻ്റെ ചുരുക്കപ്പേര്.
ഈ കോഴ്സിൽ വിവിധ അലങ്കാര മത്സ്യങ്ങളുടെ പരിപാലനം, വിത്തുൽപാദനം, തീറ്റ നിർമ്മാണം, കൂടാതെ അലങ്കാര ജലസസ്യങ്ങളുടെ പരിപാലനം എന്നിവയിലുള്ള സാങ്കേതിക പരിജ്ഞാനം നേടുക എന്നുള്ളതാണ് ഈ കോഴ്സിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഗാർഹിക ആവശ്യങ്ങൾക്കും വ്യവസായ ആവശ്യങ്ങൾക്കും എക്സ്പോർട്ടിംഗ് ആവശ്യങ്ങൾക്കുമുള്ള അലങ്കാര മത്സ്യങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നതിനെക്കുറിച്ചും ഈ കോഴ്സിലൂടെ പഠിക്കുന്നു. ഈ കോഴ്സിന് ശേഷം ഓർണമെൻ്റൽ ഫിഷ് ടെക്നീഷ്യൻ, മത്സ്യഫെഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ സ്കിൽഡ് ലാബർ, ഫാം അസിസ്റ്റൻ്റ്, ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഇൻ ഓർണമെൻ്റൽ ഫിഷ് ഫാം ഹാച്ചറി, കൂടാതെ അക്വേറിയം സെറ്റിങ്ങിനും ഉള്ള ജോലി സാധ്യതയും ഈ കോഴ്സിലുണ്ട്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഷ്രിംപ് ഫാർമർ, കോഡ് 38 SHF ആണ് ഈ കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. ചെമ്മീൻ കൃഷി, മത്സ്യകൃഷി ഇവയുടെ ഉൽപ്പാദനം, വിപണനം എന്നിവയെക്കുറിച്ചാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. ഈ കോഴ്സിന് ശേഷം ഷ്രിംപ് ഫാർമർ, ഹാച്ചറി അസിസ്റ്റന്റ് എന്നീ നിലയിലുള്ള ജോലി സാധ്യതകളാണ് ഉള്ളത്. അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് സ്മോൾ പൗൾട്രി ഫാർമർ, കോഡ് 39 SPF ആണ് ആ കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. ഈ കോഴ്സിൽ പൗൾട്രി ബേർഡ്സിൻ്റെ അക്കോമഡേഷൻ, ഹാൻഡിലിംഗ്, ഫീഡിംഗ് ആൻഡ് മെയിൻ്റനൻസിനെ കുറിച്ചാണ് ഈ കോഴ്സിൽ പഠിക്കുന്നത്. കൂടാതെ ഒരു പൗൾട്രി ഫാമിൽ ഉണ്ടായിരിക്കേണ്ട ഹെൽത്ത് ആൻഡ് ഹൈജീനിക്കിനെ കുറിച്ചും ഈ കോഴ്സിൽ പഠിക്കുന്നു. പൗൾട്രി ബേർഡ്സിൻ്റെ മുട്ട, ഇറച്ചി, അവയുടെ വിപണന സാധ്യതകൾ എന്തൊക്കെയാണെന്നും ഈ കോഴ്സിൽ വളരെ വിശദമായി തന്നെ പഠിക്കുന്നു. അതിനുശേഷം ഈ കോഴ്സിൻ്റെ തൊഴിൽ സാധ്യത എന്ന് പറയുന്നത് പൗൾട്രി ഫാർമർ, പൗൾട്രി ഫാം ഹാച്ചറി സൂപ്പർവൈസർ, പൗൾട്രി ഫാം സൂപ്പർവൈസർ എന്നിവയാണ്. ഗ്രൂപ്പ് ബി ബയോളജി സയൻസ് ഗ്രൂപ്പിലെ അവസാനത്തെ കോഴ്സാണ് ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പർ, കോഡ് 40 ILS ആണ് ഈ കോഴ്സിൻ്റെ ചുരുക്കപ്പേര്. കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകളിലും വീടുകളുടെ ഇൻറ്റീരിയർ സ്പേസിൽ വിവിധ തരം ചെടികൾ വളർത്തുന്നത്, പരിപാലിക്കുന്നത്, അവ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ കോഴ്സിലൂടെ പഠിക്കുന്നത്. പുതിയ സാധ്യതകളുള്ള ഒരു കോഴ്സ് കൂടിയാണിത്. ഈ കോഴ്സിന് ശേഷം ഇൻറ്റീരിയർ ലാൻഡ്സ്കേപ്പർ എന്നുള്ള ജോലി സാധ്യതയാണ് ഉള്ളത്. കൂടാതെ സ്വയം തൊഴിൽ സംരംഭകർക്ക് ഇത് നല്ലൊരു തൊഴിൽ അവസരമായിട്ട് കണക്കാക്കാവുന്നതാണ്. ഇത്രയുമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ NSQF ഗ്രൂപ്പ് ബി സയൻസ് വൊക്കേഷണൽ കോഴ്സുകളുടെ വിശദാംശങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.